സന്തോഷം. അപ്പോഴിന്ന് ഒരു കൂട്ടായ്മ, ഒരു കാലഘട്ടത്തിലെ കൂട്ടായ്മ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. MGR അല്ലെങ്കിൽ MG രാധാകൃഷ്ണൻ കുറേ ലളിതഗാനങ്ങൾ, ആ കാലഘട്ടത്തിൽ ലളിതഗാനങ്ങൾ നമുക്ക് തന്നു. ചിത്രയുടെ സിസ്റ്റർ KS മീന, അതുപോലെ കാവാലം, നാഗവള്ളി, നെടുമുടി വേണു, ഇവരൊക്കെ ആയിരുന്നു വന്നത്. G അരവിന്ദൻ അടക്കം ലളിതഗാനങ്ങൾ പാടാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് MGRനെ കുറിച്ചുള്ള ഓർമ്മകൾ? രാധാകൃഷ്ണനെ കുറിച്ച് ആദ്യമുള്ള ഓർമ്മ എന്ന് പറയുന്നത്, എനിക്ക് കൊച്ചിലെ ഞാനൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ചേട്ടനും ഓമൻ ചേച്ചിയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അടുത്തൊക്കെയുള്ള എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് പണ്ടേ വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ അടുത്തൊക്കെയുള്ള ഏതൊരു അമ്പലത്തിലൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ട്, അതൊക്കെ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഇങ്ങനെ അപ്പം നമ്മുടെ വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാനിങ്ങനെ തൊട്ടിൽ ഇരുന്നിങ്ങനെ ആടിക്കൊണ്ട് പാടുമായിരുന്നു. അതൊക്കെ ഓമൻ ചേച്ചി കേട്ടിട്ടുണ്ടെന്ന് ഓമൻ ചേച്ചി പറയാറുണ്ട് എപ്പോഴും. പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു, എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആദ്യമായിട്ട് ആകാശവാണിയിൽ 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ട്, ഈ കൃഷ്ണാഷ്ടമിക്ക് സംഗീതശില്പം ഉണ്ടാവാറുണ്ടല്ലോ അന്ന്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ചേട്ടൻ എന്നെ എടുത്തുകൊണ്ടാണ് പോയത്. അതൊക്കെ ബീന ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് അറിവാണ്. എന്നെ എടുത്തുകൊണ്ടാണ് അകത്ത് പോയത്. ആ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2 വരിയേ ഉള്ളൂ. പക്ഷേ ഓഡീഷനും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസിൽ എന്നെ കൊണ്ടുപോയി അതാണ് ആദ്യം ചേട്ടന് വേണ്ടി ഞാൻ ആദ്യം പാടിയത്. പിന്നെ അതിനുശേഷം ഫിലിമിലേക്കെന്ന് പറയാൻ അതിന് മുമ്പ് റേഡിയോ സ്റ്റേഷനിലെ മിനി കോറൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ കൂടെയുള്ള ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് മിനി കോറൽ ഗ്രൂപ്പിൽ ചേട്ടൻ്റെ കുറേ പാട്ടുകൾ, ഈ സ്റ്റോറീസ് പോലെ കാവലം സാറിൻ്റെയൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. തിക്കുറിശി അങ്കിളിൻ്റെ ഒക്കെ കുറേ പാട്ടുകൾ അപ്പോൾ അങ്ങനെ ചേട്ടൻ ട്യൂൺ ചെയ്ത് അങ്ങനെ അപ്പോൾ പാടിയിട്ടുണ്ട്. ഫിലിമിലെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കുമ്മാട്ടി എന്ന് പറഞ്ഞ ഫിലിം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിലിം. അതും ഇതുപോലെ ഗ്രൂപ്പ്, ഒറ്റയ്ക്കല്ല ഗ്രൂപ്പായിട്ട് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ആദ്യമായിട്ട് പാടി അന്ന് താരുണ്യം എന്നാണ് പേര് പറഞ്ഞത്. അത് പിന്നെ അട്ടഹാസം എന്നുള്ള പേരിൽ പുറത്ത് വന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിം. പുറത്ത് വന്നത് ഞാൻ ഏകനാണ്, മധുസാറിൻ്റെ. ഇപ്പം നമുക്ക് തുടക്കം ഏതെങ്കിലും ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചു. ചേട്ടൻ്റെ മ്യൂസിക്കിൽ സുശീലദേവ് ടീച്ചറും പാടിയിട്ടുണ്ട്, എൻ്റെ ചേച്ചിയും പാടിയിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് അത് ഞാനും റേഡിയോയ്ക്ക് വേണ്ടി പാടി. ഓടക്കുഴലെ ഞാനത് ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലിനും പാടി പ്രൈസ് മേടിച്ചിട്ടുള്ളൊരു പാട്ടാണ്. ഒ.എൻ. വി സാറിൻ്റെ വരികൾ. അപ്പോൾ ഓടക്കുഴലെ എന്ന ഗാനം KS ചിത്ര നമുക്ക് വേണ്ടി പാടും. നുകർന്നവളേ രാഗിണി, നീ അനുരാഗിണി, മറ്റൊരു രാധയോ രുക്മിണിയോ. ഓടക്കുഴലേ ഓടക്കുഴലേ ഓമനത്താമര കണ്ണൻ്റെ ചുംബന മധുനുകർന്നവളേ രാഗിണി, നീ അനുരാഗിണി, മറ്റൊരു രാധയോ രുക്മിണിയോ. എന്താണ് കുട്ടിക്കാലത്ത് ചിത്ര അവിടെ വരുമ്പോഴൊക്കെയുള്ള? എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ചിത്ര ഈ രൂപത്തിൽ കാണുമ്പോഴും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഴയ കോട്ടൺ ഹിൽ സ്കൂളിലെ ആ യൂണിഫോം പച്ചയും വെള്ളയും വരുന്ന ചിത്രയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അന്നേ ചേട്ടനും എല്ലാവരും പറയുമായിരുന്നു, ഈ കുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട്, തീർച്ചയായിട്ടും ഒരു നല്ലൊരു നിലയിൽ വരും എന്നുള്ളത് മനസ്സിൽ നമുക്ക് പറഞ്ഞില്ല. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും. ആ ചിത്രയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഓർക്കുന്ന ചിത്ര ഒരിക്കൽ നമ്മൾ ദാസേട്ടനെ തരങ്ങിണിയിൽ പോയി, അതൊരു ശരിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ചിത്രയുടെ ലൈഫിലും. എനിക്ക് തോന്നാറുണ്ട്.
പോയി അവിടെ വെച്ച് തരങ്ങണിയിൽ വെച്ച് കുറച്ച് പാട്ടുകൾ പാടി. അത് കഴിഞ്ഞ് നമ്മൾ ദാസേട്ടൻ്റെ വീട്ടിൽ പോയി, ജഗതിയിലെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഗാനമേളയ്ക്ക് സ്റ്റേഡിയത്തിലുള്ള പ്രോഗ്രാം. സുജാതയാണ് കൂടെ പാടിക്കൊണ്ടിരുന്നത്. തരങ്ങണിയിൽ നിന്ന് ഫോൺ വരുന്നു, അന്ന് കൊണ്ടുവന്ന കുട്ടിയുടെ നമ്പർ വേണം എന്ന് പറഞ്ഞ് ചിത്രയുടെ നമ്പർ കൊടുക്കുന്നു. ചിത്ര പോയി. അതിനുശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ചിത്രയ്ക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. അതല്ല, അതിന് മുമ്പ് തന്നെ പിന്നെ ദാസേട്ടൻ്റെ ഒരു കച്ചേരി ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ നടന്നിരുന്നു. അപ്പം അന്ന് കാണാനായിട്ട് ഞാനും അച്ഛനും ചേച്ചിയൊക്കെ കൂടെ പോയിരുന്നു. അപ്പം അന്ന് ഇതുപോലെ ആദ്യമായിട്ട് ചേട്ടൻ ദാസേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എന്നെ എടുത്ത് പൊക്കി ഇങ്ങനെ, ചേട്ടൻ സ്റ്റേജിലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഓഡിയൻസിൻ്റെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേജിലേക്ക് ഇനി എടുത്ത് പൊക്കിയാണ് ദാസേട്ടൻ ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തത്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകളെ ഇതേപോലെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ.